ഹായ്, എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ തന്നെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊള്ളട്ടെ. എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതിനും അത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും എല്ലാം നന്ദി അറിയിക്കുന്നു. എല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു പുതിയ ടോപ്പിക്കുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതും നേരത്തെ ഞാൻ ചെയ്തിട്ടുള്ള ബൈബിൾ സംബന്ധമായ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇതും ബൈബിൾ സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. പക്ഷെ ബൈബിളിലെ കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞു ഫലിപ്പിക്കുക എന്നുള്ളതല്ല, ബൈബിളിലെ ചില ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുകൾ അത് നമുക്ക് എങ്ങനെ വിശകലനം ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്. എന്തായാലും വീഡിയോയിലേക്ക് സ്വാഗതം. ബൈബിളിൽ ഈശോ ഒട്ടകങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതായത് ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്നുള്ളത്. ഇതാണ് എൻ്റെ ഇന്നത്തെ ടോപ്പിക്ക്. എന്താണ് ഈ ഒട്ടകങ്ങൾക്കുള്ള പ്രത്യേകത? നേരത്തെ എവിടെ ഒരു പുസ്തകത്തിൽ, ഒരു ബൈബിളിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, കയർ സൂചിക്കുഴയിലൂടെ കടക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്നുള്ളത്. ഈ കയറും ഒട്ടകവും ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവിടെ ഒട്ടകം എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ കാരണം? അല്ലെങ്കിൽ കയർ എന്ന വാക്ക് അവിടെ ഉപയോഗിക്കാമോ? അത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. സ്വർഗത്തിലേക്കുള്ള വഴി വളരെ ഇടുങ്ങിയതാണെന്നാണ് യേശുക്രിസ്തു ബൈബിളിൽ പറഞ്ഞു വയ്ക്കുന്നത്. ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക വളരെ ബുദ്ധിമുട്ടാണെന്ന് യേശുക്രിസ്തു ബൈബിളിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതാണ്. എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു വാചകത്തിന് വേണ്ടിയിട്ട് ഈശോ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് പറയാൻ കാരണം? നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പഴയ കാലഘട്ടത്തെ പറ്റി ആദ്യം ചിന്തിക്കണം. അത് ബൈബിൾ ഈശോയുടെ കാലഘട്ടത്തെ പറ്റി നമ്മൾ ആദ്യം ചിന്തിക്കുക. അതിനുശേഷം വേണം ഇതിന് ഉത്തരം കണ്ടെത്താൻ. എന്താണ് ഒട്ടകങ്ങളുടെ പ്രത്യേകത? ഒട്ടകങ്ങൾ മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗമാണ്. മരുഭൂമിയിലൂടെ ദിവസങ്ങളോളം വെള്ളവും ഭക്ഷണവും ഇല്ലാതെ സഞ്ചരിക്കാൻ ഇവയ്ക്ക് സാധിക്കും. ഈശോ ജീവിച്ച ജെറൂസലേം പോലുള്ള സ്ഥലങ്ങളെല്ലാം ഏകദേശം മരുഭൂമി പോലത്തെ സ്ഥലങ്ങളാണ്. ഇവിടുത്തെ ജനങ്ങൾ സാധാരണയായി ഒട്ടകങ്ങളെയാണ് വാഹനമായി ഉപയോഗിച്ചിരുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന മനുഷ്യൻ ഒട്ടകത്തിൽ കയറി യാത്ര ചെയ്ത് അവിടെ എത്തിക്കഴിയുമ്പോൾ അവിടെ ആ കാലഘട്ടത്തിൽ അവിടുത്തെ വീടുകൾക്ക് ഉള്ള പ്രത്യേകത, രണ്ട് വാതിലുകൾ ഉണ്ടാകും. ഒന്നൊരു കിളിവാതിലും മറ്റൊന്ന് സാധാരണ മനുഷ്യർക്ക് നടന്നു പോകാവുന്ന രീതിയിലുള്ള വാതിലുകളും. ഈ കിളിവാതിൽ തുറന്നാണ് ആൾക്കാർ നോക്കുന്നത് ആരാണ് പുറത്ത് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം. അപ്പോൾ ഒട്ടകത്തെ അവിടെ നിർത്തിയിട്ട് അദ്ദേഹം അകത്തേക്ക് പ്രവേശിക്കുന്നു. ഒട്ടകത്തിന്റെ വേറൊരു പ്രത്യേകതയാണ്, എവിടെയെങ്കിലും ഒരു തുളയോ അതുപോലെ അല്ലെങ്കിൽ ഇതുപോലത്തെ കിളിവാതിലുകളോ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് കൊണ്ടുപോയി തലയിടുക എന്നുള്ളത്. അപ്പോ ഒട്ടകത്തിന്റെ വിചാരം, എന്റെ തല അകത്തു കയറി കഴിഞ്ഞാൽ ഞാൻ മൊത്തമായി എനിക്ക് അകത്ത് പ്രവേശിക്കാൻ സാധിക്കും എന്നുള്ളത്. അതുകൊണ്ടാണ് അതെല്ലാ തുളയിലും പൊത്തിലും ഒക്കെ പോയി തലയിട്ട് നോക്കുന്നത്. ഒട്ടകത്തിന്റെ ശരീരഘടന നമുക്കറിയാം. ഒരു ചെറിയ തല, അതിനുശേഷം നീളമുള്ള ഒരു കഴുത്ത്, അതിനുശേഷം വളരെ വലിയ ഒരു വയറാണ് ഇതിനുള്ളത്. അപ്പോ ഈ തുളയിലൂടെ അതെന്ത് കാണിച്ചാലും അകത്തേക്ക് പോകാൻ സാധിക്കുകയില്ല എന്ന് നമുക്ക് അറിയാം. അതുപോലെ തന്നെയാണ് ധനവാന്റെ കാര്യവും. ധനവാന്റെ ധനമാണ് ഈ ഒട്ടകത്തിന്റെ വയറിനോട് നമുക്ക് ഉപയോഗിക്കാവുന്നത്. കാരണം ഈ ചെറിയ തലയും അകത്ത് കടന്ന് കഴുത്തും അകത്ത് കടന്നാലും ഇത്രയും വലിയ വയർ അകത്തേക്ക് പോവില്ല, അല്ലെങ്കിൽ ഇത്രയും വലിയ ധനവുമായി പോകാൻ സാധിക്കില്ല. അതാണ് കർത്താവ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ധനവാന് അവന്റെ ധനവുമായിട്ട് ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത്. ദൈവം ധനവാന് അവന്റെ ധനം കൊടുത്തിരിക്കുന്നത് അവന് ജീവിക്കാനും മിച്ചമുള്ള പണം കൊണ്ട് ദരിദ്രരെ സഹായിക്കാനുമല്ല. അവൻ ജീവിക്കുകയും വേണം. അതുപോലെ തന്നെ അവൻ എങ്ങനെ ജീവിക്കുന്നുവോ അതുപോലെ തന്നെ ദരിദ്രരെ സഹായിക്കാനും വേണ്ടിയിട്ടും കൂടിയാണ് അവന് ഈ ധനം കൊടുത്തിരിക്കുന്നത്. അതവൻ ഉപയോഗിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും അവന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. ഇതാണ് ഈശോ അവിടെ പറഞ്ഞു വെക്കുന്ന കാര്യം. ഇതിന് നമുക്ക് രണ്ട് ഉദാഹരണങ്ങൾ ബൈബിളിൽ തന്നെ കാണാൻ കഴിയും. ഒന്നാമത്തേത്, ഒരാള് ഈശോയുടെ അടുക്ക് വന്നേച്ചിട്ട് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട് ബൈബിളിൽ. അപ്പോ ഈശോ പറയുന്നുണ്ട്, നീ ദൈവകൽപ്പനകൾ അനുസരിക്കണം, അങ്ങനെ കുറെ കാര്യങ്ങൾ അവനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അവൻ പറയുന്നു, ഇതെല്ലാം ഞാൻ ചെറുപ്പം മുതലേ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ന്.
അടുത്ത ഭാഗമായി ഈശോ പറയുന്നത്, പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തതിന് ശേഷം നീ എന്നെ അനുഗമിക്കുക എന്ന്. അത് കേട്ടതും അവൻ അവിടെ നിന്നും പോയി എന്നാണ് ബൈബിളിൽ പറയുന്നത്. കാരണം അവന് ഒത്തിരി സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. മറ്റൊരു സംഭവം എന്ന് പറയുന്നത് വിധവയുടെ കൊച്ചു കാശ് ആണ്. അതായത് ഒരു വിധവ, ദരിദ്രയായ വിധവയും അതുപോലെ തന്നെ ഒരു ധനവാനും ജെറൂസലേം ദേവാലയത്തിന്റെ ഭണ്ഡാരപ്പെട്ടിയിൽ കാഴ്ച സമർപ്പിക്കുന്നു. വിധവ തനിക്കുണ്ടായിരുന്നത് മുഴുവൻ, അതായത് ആകെ ഉണ്ടായിരുന്ന ഒരു ധനാറയായിരുന്നു. ആ ധനാറ ആ ഭണ്ഡാരപ്പെട്ടിയിൽ ഇടുന്നു. ധനവാൻ അവനുണ്ടായിരുന്നതിനും ഒരു കുറച്ച് പൈസ എടുത്ത് അതിനകത്ത് ഇടുന്നു. ഇത് കണ്ടിട്ട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ആ വിധവയാണ് ഏറ്റവും കൂടുതൽ ദൈവത്തിന് കൊടുത്തത് എന്ന്. കാരണം അവൾക്കുള്ളത് മുഴുവൻ ദൈവത്തിന് സമർപ്പിച്ചു. മറ്റവനോ അവന്റെ ഉള്ളതിൽ നിന്നും ഒരു ഓഹരി മാത്രമാണ് കൊടുത്തത്. ഇതിപ്പോ പറയുമ്പോഴത്തേക്കും ആൾക്കാർ ചോദിക്കും, എന്തിനാണ് ദൈവത്തിന് പണം എന്നും ചോദിക്കുമായിരിക്കും. ദൈവത്തിന് പണം ആവശ്യമുള്ള സാധനമേ അല്ല, ഒരിക്കലും ആവശ്യമില്ല. പക്ഷേ ഇതിന്റെ ഉത്തരവും നമുക്ക് ബൈബിളിൽ നിന്ന് കാണാൻ സാധിക്കും. ഈശോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മറ്റ് ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്തപ്പോഴൊക്കെയും അത് എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന്. അതായത് നമ്മൾ പണം കൊണ്ട് മാത്രമല്ല എന്ത് സഹായം ചെയ്തപ്പോഴും അത് ദൈവത്തിന് വേണ്ടി തന്നെയാണ് ചെയ്തത്. അതായത് നമ്മൾ മറ്റൊരു മനുഷ്യനിൽ ദൈവത്തെ കാണണം എന്നാണ് ഈശോ അവിടെ പറഞ്ഞു വെക്കുന്നത്. അതിന് ഇത് ബൈബിളിൽ തന്നെ മറ്റു ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. കാരണം കാരാഗ്രഹത്തിൽ ഈശോ കിടക്കുന്നില്ല, പകരം അവിടെ കിടക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ പോയി സന്ദർശിച്ചില്ല. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കാണാൻ വന്നു. അവിടെ പോയി നമ്മൾ പോയി കാണുന്നത് ഈശോയെ തന്നെയാണ് എന്നാണ് ഈശോ അവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ആ ഭാഗത്ത് കയർ എന്ന വാക്ക് ഉപയോഗിക്കേണ്ടാത്തത് എന്ന്. കാരണം ഒട്ടകത്തിന്റെ സ്വഭാവമാണ് അവിടെ ഈശോ നമുക്ക് കാണിച്ചു തരുന്നത്. അതേ സ്വഭാവം വെച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്നാണ് കർത്താവ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കും നല്ല രീതിയിൽ ജീവിച്ച് മറ്റുള്ളവരെ സഹായിച്ച് മുൻപോട്ട് നീങ്ങാം. നമ്മൾ ഉപയോഗിച്ച് മിച്ചം വന്ന ഭാഗം മാത്രം എടുത്തു കൊടുക്കാണ്ട് നമ്മൾ എങ്ങനെ ജീവിക്കുന്നോ അതുപോലെ തന്നെ മറ്റുള്ളവരെയും ജീവിക്കാൻ സഹായിക്കുന്ന രീതിയിൽ നമുക്ക് അവരെ സഹായിക്കാം. അത് പണം കൊണ്ട് മാത്രമല്ല, നമ്മൾ കൊടുക്കുന്ന ഏത് സഹായവും ആ രീതിയിലാവാൻ നമുക്ക് ശ്രദ്ധിക്കാം. എന്തായാലും ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. നന്ദി.